എല്ലാവർക്കും പ്രമാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. തേങ്ങയില്ലാതെയാണ് ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത്. ചോറിന് ഈ ഒരു കറി മാത്രം മതി. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ 3 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അധികം വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എന്നാലും നന്നായിട്ട് കുക്കായിട്ടും കിട്ടണം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും എരിവിന് ആവശ്യമായിട്ടുള്ള എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിതിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ തൈരായതുകൊണ്ട് അധികം കട്ടിയില്ല, ലൂസായിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ മോര് ചേർക്കാൻ പാടില്ല, തൈര് തന്നെ ആയിരിക്കണം. പിന്നെ ഇത് നല്ല പുളിപ്പും ഉണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാളയാണ്. സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്തെടുത്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് തൈര് വേണമെന്നുണ്ടെങ്കിൽ പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുറഞ്ഞ ചേരുവയിലുള്ള നല്ല ഒരു കറിയാണ്. ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാൻ. നല്ലൊരു ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊന്ന് കടുകൊന്ന് വറുത്തിട്ട് കൊടുക്കാം. അതിനായിട്ട് പാന് ചൂടായിട്ടുണ്ട്. ചൂടായി വന്ന പാനിലേക്ക് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കട്ട് ചെയ്തെടുത്ത വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതിലേക്ക് കളറിനായിട്ട് മഞ്ഞൾ പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. താങ്ക്